വയനാട്ടിലുള്ളവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് താമരശ്ശേരി ചുരത്തിൽ ഗുരുതര അനാസ്ഥയാണ്. തുടർച്ചയായി മണ്ണിടിയുമ്പോഴും വാഹനങ്ങൾക്ക് നിയന്ത്രണമില്ല. KSRTC അടക്കമുള്ള വാഹനങ്ങൾ ചുരത്തിലൂടെ ഇപ്പോഴും സർവീസ് നടത്തുകയാണ്. പ്രേക്ഷകർക്ക് കാണാം, രാവിലെ ഞങ്ങൾ ലൈവ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ചുരത്തിൽ വീണ കല്ലിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ സാനിയോ മനോമിയും നമ്മുടെ വാർത്താ സംഘവും താമരശ്ശേരി ചുരത്തിൽ വാർത്ത ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ, തത്സമയം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പാറക്കഷണങ്ങൾ വന്ന് വീഴുന്നതാണ്. ഒരു ബൈക്ക് യാത്രികനോ കാർ യാത്രികനോ അവിടെ ഉണ്ടെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അവിടെ മഴ പെയ്യുന്നുണ്ട്, അപകടകരമായ സാഹചര്യമുണ്ട്. മുന്നറിയിപ്പ് നൽകാൻ ആരെയും അവിടെ നിർത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇന്നലെ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് കനത്ത നീരൊഴുക്കുമുണ്ട്. മണ്ണിടിയുന്ന സ്ഥലത്ത് പോലും വാഹനങ്ങൾക്ക് നിയന്ത്രണമില്ല. ആരും അവിടെ മുന്നറിയിപ്പ് നൽകാനില്ല, മുന്നറിയിപ്പ് ബോർഡുകളുമില്ല എന്നുള്ളതാണ് വയനാട് ചുരത്തിലെ കാഴ്ചകളാണ് കാണുന്നത്. അധികാരികൾ ഉടൻ ഇടപെട്ട് ഒന്നുകിൽ അവിടെ ആളുകളെ പോസ്റ്റ് ചെയ്യുക, പോലീസുകാരെ അടക്കമുള്ളവരെ കൂടുതൽ അകലെ നിയന്ത്രിക്കുക, മണ്ണിടിച്ചിൽ പരിശോധിച്ചതിന് ശേഷം വാഹനങ്ങൾ കടത്തിവിടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. സാനിയോ മനോമിയുണ്ട് ഇപ്പോൾ നമുക്കിപ്പം. സാനിയോ മനോമി, നമ്മൾ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. സാനിയോ അവിടെ നിന്നും കണ്ട കാഴ്ചകൾ, ലൈവായിട്ട് കണ്ട കാഴ്ചകളാണ്. ഒരുപക്ഷെ ആ പാറ വന്ന് വീഴുന്ന സമയത്ത് ഏതെങ്കിലും ബൈക്ക് യാത്രികനോ വാഹനമോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അപകടം ഉണ്ടായേനെ. നമ്മുടെ ലൈവിൽ ഇന്ന് രാവിലെ കണ്ട കാഴ്ചയാണിത്, അല്ലേ സാനിയോ മനോമി? അവിടെ ഉടൻ തന്നെ ഒരു അപകട മുന്നറിയിപ്പ് നൽകാൻ ഉദ്യോഗസ്ഥരെയോ അവിടെ കൊണ്ടുവരേണ്ടതല്ലേ സാനിയോ? അതെ, തീർച്ചയായും അങ്ങനെ വേണ്ടതാണ്. കാരണം നമുക്കറിയാവുന്നതുപോലെ ചുരത്തിൽ നല്ല കോടയാണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്കൊന്നും മനസ്സിലാവില്ല എവിടെ നിന്നാണ് ഈ കല്ലും മണ്ണും ഒക്കെ ഒഴുകി വരുന്നതെന്ന് ആളുകൾക്ക് മനസ്സിലാകാൻ ഒരു സംവിധാനവുമില്ല. ആ സാഹചര്യത്തിലാണ് ഈ കോട കൂടി ഉള്ളപ്പോൾ എന്തെങ്കിലും ഒരു സൂചനാ ബോർഡോ അല്ലെങ്കിൽ പോലീസിനെയോ അല്ലെങ്കിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെയോ ആരെങ്കിലും ഇവിടെ ഒന്ന് വിന്യസിച്ചില്ല എങ്കിൽ വലിയ അപകടമുണ്ടാകും. നമുക്കറിയാം, നമ്മൾ വന്നതിന് ശേഷം ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. നമ്മൾ വന്നതിന് ശേഷമാണ് ഈ കല്ലുകളൊക്കെ റോഡിലേക്ക് ഇങ്ങനെ പതിഞ്ഞു വീഴുന്നത് നമ്മൾ തന്നെ ലൈവായി കണ്ടുകൊണ്ടിരുന്നത്. കല്ലും മണ്ണും വീഴുന്നുണ്ടായിരുന്നു. മാത്രവുമല്ല, നല്ല നീരൊഴുക്കും നല്ല ചെളി മണവും വെള്ളവും ഒക്കെയായി ഇവിടെ അപകടകരമായ സാഹചര്യമാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. ഇപ്പോഴും ചെറിയ കല്ലുകൾ ഇടിഞ്ഞിടിഞ്ഞ് വരുന്നതാണ് കാണാനാവുന്നത്. ഇപ്പോഴാണ് പോലീസ് ഉദ്യോഗസ്ഥരടക്കം എത്തിയിരിക്കുന്നത്. ഏതായാലും ഇവിടെ വാഹനത്തിന് ഇത്രയും നേരം യാതൊരു നിയന്ത്രണവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇരുവശത്തും നോക്കി പോവുക അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ എവിടെ നിന്നാണ് ഈ കല്ലുകൾ വരുന്നതെന്ന് പോലും അറിയാൻ വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് കഴിയില്ല. നേരത്തെ നമ്മൾ കണ്ടതുപോലെ കല്ല് തെറിച്ച് ഒരു ഗുഡ്സിന്റെ മേലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ തലനാരിഴയ്ക്കാണ് ആ ഗുഡ്സ് രക്ഷപ്പെട്ടത് എന്നുള്ളതാണ്. ഈ അപകടകരമായ അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനിയും ഒരുപാട് മണ്ണും ഒരുപാട് പാറക്കല്ലിന്റെ കഷ്ണങ്ങളും ഇങ്ങോട്ടേക്ക് വരാനുണ്ട്. അടിയന്തരമായി ഈ ചുരം വഴിയുള്ള ഗതാഗതം നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കുകയോ ചെയ്യണമെന്ന് മാത്രമാണ് പറയാനാവുക. ഇപ്പോൾ വാഹനങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു ബ്ലോക്ക് പോലെ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ വലിയ പ്രയാസമുണ്ടാക്കും. കാരണം ആ ബ്ലോക്കിൽ കുടുങ്ങിക്കിടക്കുന്ന സമയത്താണ് കല്ലൊക്കെ വന്ന് തെറിക്കുന്നതെങ്കിൽ വലിയ അപകടമുണ്ടാക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഇന്നിപ്പോൾ മണ്ണ് പരിശോധനയടക്കമുള്ള വിദഗ്ധ പരിശോധനയ്ക്ക് സംഘങ്ങൾ എത്തുമെന്ന് നേരത്തെ തന്നെ ജില്ലാ കളക്ടർ അടക്കം അറിയിച്ചിരുന്നു. പക്ഷേ അതിനു മുൻപ് വേണ്ടത് ബദൽ മാർഗങ്ങളായ കുറ്റ്യാടി ചുരമോ അല്ലെങ്കിൽ ഏതെങ്കിലും ചുരത്തെ ആശ്രയിച്ച് എത്രയും പെട്ടെന്ന് ഇവിടുത്തെ ഗതാഗതം ഒന്നുകിൽ തടസ്സപ്പെടുത്തണം അല്ലെങ്കിൽ അത്യാവശ്യ ഗതാഗതം മാത്രം അനുവദിക്കണം. അങ്ങനെ ഏതെങ്കിലും ഒരു സംവിധാനം ഇവിടെ നടപ്പിലാക്കിയില്ല എങ്കിൽ വലിയ അപകട സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ പോവുക. നമ്മൾ ലൈവായി കണ്ടതുകൊണ്ടുകൂടിയാണ് ഇത്തരത്തിൽ ഇങ്ങനെ പറയുന്നത് എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ തന്നെ നല്ല നീരൊഴുക്ക്, ഇന്നലെ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് കൂടി നല്ല നീരൊഴുക്കാണ് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ എന്തായാലും നമ്മുടെ വാർത്തയെ തുടർന്ന് പോലീസ് അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും പോലീസ് അവിടെ ഒരു പക്ഷേ മുന്നറിയിപ്പ് നൽകുമായിരിക്കുമല്ലേ? KSRTC ഉൾപ്പെടെയുള്ള സർവീസുകൾ വരുന്നുണ്ട്. അപകടകരമായ സാഹചര്യമാണ് സാനിയോ. പോലീസ് ഒരു മുന്നറിയിപ്പ് നൽകാനുള്ള സാധ്യതയുണ്ട് അവിടെ എന്നാണ് മനസ്സിലാക്കുന്നത്. ചുരുങ്ങിയ പക്ഷം ആ റോഡിൽ കിടക്കുന്ന വലിയ പാറക്കല്ലുകളെങ്കിലും മാറ്റണം. നല്ല കോടയുമുണ്ട്. ബൈക്ക് അല്പം വേഗതയിലൊക്കെ വന്നാൽ ഒരു പക്ഷേ അതിൽ തട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സാനിയോ ആണ് നമുക്കൊപ്പം ചേർന്നത്. കളക്ടറോട് നമ്മൾ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. കളക്ടർ ഇപ്പോൾ പ്രതികരിക്കാനില്ല. പ്രേക്ഷകർക്ക് കാണാം, അവിടെ നിന്ന് നീരൊഴുക്കിലൂടെ ആ വെള്ളം ഇങ്ങനെ വീഴുന്നത് കാണാം. അതിനിടയിൽ പാറയും മണ്ണും ഒക്കെ ഉണ്ട്. ഇന്നിപ്പോൾ ലൈവായിട്ട് നമ്മൾ ഈ പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സാനിയോ റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിലാണ് വലിയ പാറക്കല്ലും ഒക്കെ താഴേക്ക് പതിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പ്രത്യേകം സൂക്ഷിക്കണം, മുന്നറിയിപ്പ് അവിടെ നൽകണം. വയനാട് ജില്ലാ കളക്ടറോടും പോലീസ് അധികാരികളോടുമാണ് നമ്മളുടെ പ്രത്യേക അറിയിപ്പ്. ഒപ്പം തന്നെ മന്ത്രിമാരും അത് ശ്രദ്ധിക്കണം. ചുരം വഴിയുള്ള ഗതാഗതത്തിനൊരു നിയന്ത്രണം ഉണ്ടാവുകയും വേണം. ഇനി അങ്ങോട്ട് അവധി ദിവസങ്ങളാണ്. മഴ ഇങ്ങനെ കനക്കുകയാണെങ്കിൽ ആ പരിസരത്ത് അല്പം മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. മണ്ണിളകിയിരിക്കുകയാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക.